നമസ്കാരം. നിലമ്പൂർ കരുളായിയെ നടുക്കിയ മരുമകളുടെ കൊലപാതകത്തിൽ അപ്രതീക്ഷിതമായി ചില സംഭവങ്ങളൊക്കെ പുറത്തുവരികയാണ്. ചായ നൽകാത്തതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പറയുമ്പോഴും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു ഓഡിയോ സന്ദേശം ഇപ്പോൾ വലിയ ചർച്ചയാവുകയാണ്. മരിച്ച രജില ക്രൂരയായിരുന്നുവെന്നും ശാന്തയെ പട്ടിണിക്കിട്ടിരുന്നുവെന്നും അവകാശപ്പെടുന്ന തരത്തിൽ അയൽവാസിയുടേതെന്ന പേരിലുള്ള ഒരു ഓഡിയോയാണ് ഇപ്പോൾ കാട്ടുതീ പോലെ പടരുന്നത്. അയൽവാസിയുടേതെന്ന പേരിൽ പ്രചരിക്കുന്ന ഓഡിയോയിൽ പറയുന്നത് ഞെട്ടിക്കുന്ന കാര്യങ്ങളായിരുന്നു. ശാന്തയെ മരുമകൾ നിരന്തരം പട്ടിണിക്കിട്ടിരുന്നുവെന്നും ക്രൂരമായി പീഡിപ്പിച്ചിരുന്നുവെന്നും ഒക്കെ ആരോപിക്കുന്നുണ്ട്. മരിച്ച വ്യക്തിയെ മോശക്കാരിയാക്കി ചിത്രീകരിക്കുന്നതിലൂടെ കൊലപാതകത്തെ ന്യായീകരിക്കുവാൻ ശ്രമം നടക്കുന്നുണ്ടോ എന്നാണ് സംശയം. ഇത്തരം ഓഡിയോകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നാണ് പൂക്കോട്ടുപാട് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. കരുളായി കുണ്ടുങ്ങലിലെ 70-കാരിയായ ശാന്ത 30-കാരിയായ മരുമകൾ രജിലയെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കവെയാണ് ഈ ഒരു പുതിയ വിവാദം ഉടലെടുത്തത്. രജില മക്കൾക്കൊപ്പം ഉറങ്ങിക്കിടക്കെ നടന്ന കൊലപാതകം നാടിനെ നടുക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രചരിക്കുന്ന ഈ ഓഡിയോ സന്ദേശങ്ങൾ മരിച്ച വ്യക്തി അപകീർത്തിപ്പെടുത്തുന്നതാണെന്നും ഇത് കേസ് അന്വേഷണത്തെ വഴിതിരിച്ചുവിടുവാനുള്ള ബോധപൂർവമായ ശ്രമമാണെന്നും പോലീസ് സംശയിക്കുന്നു. ഈ ഓഡിയോ സന്ദേശം അയൽവാസിയെടുത്ത് തന്നെയാണോ അതോ കൊലപാതകത്തെ ന്യായീകരിക്കാൻ ആരെങ്കിലും മനഃപൂർവ്വം ചമച്ചതാണോ എന്ന് സൈബർ സെൽ പരിശോധിച്ചു വരികയാണ്. മരിച്ച വ്യക്തിയെ അധിക്ഷേപിക്കുന്നതും തെറ്റായ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതും ക്രിമിനൽ കുറ്റമാണെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. ഓഡിയോ ഷെയർ ചെയ്യുന്നവരും സ്റ്റാറ്റസ് ഇടുന്നവരുമൊക്കെ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. കരുളായിയിൽ നിന്ന് കേട്ടത് ഒരു ചായയുടെ പേരുള്ള തർക്കവും കൊലപാതകവുമാണ്. എന്നാൽ ആ വീടിനുള്ളിലെ തകർന്നുപോയ ചില ജീവിതങ്ങളുണ്ട്. മരിച്ച രജിലയുടെ 10ഉം 4ഉം വയസ്സുള്ള ആ പെൺകുട്ടികൾ. അമ്മയുടെ മരണം നേരിൽ കണ്ട ആ പിഞ്ചു മനസ്സിനുണ്ടായ ട്രോമ എത്ര വലുതാണെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അമ്മയുടെ മരണം നേരിൽ കണ്ട് ഭയന്നു വിറച്ച 2 കുരുന്നുകൾ. സ്വന്തം അമ്മയുടെ കൈകൊണ്ട് ഭാര്യ കൊല്ലപ്പെട്ടത് കാണേണ്ടി വന്ന ഒരു ഭർത്താവിന്റെ തീരാവേദന. മരിച്ച വ്യക്തി അപകീർത്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഓഡിയോകളും വീഡിയോകളും ഒക്കെ തൊട്ടു പിന്നാലെ തന്നെ റീൽസുകളും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. അമ്മയും മരുമകളും ഒരു ചായയും. വ്യൂസ് കിട്ടാൻ വേണ്ടിയും കുറച്ച് ലൈക്കിന് വേണ്ടിയും നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്നത് വലിയ ക്രൂരതയാണ്. ആ വീട്ടിൽ 2 പിഞ്ചു കുട്ടികളുണ്ട്. സ്വന്തം അമ്മയെ മുത്തശ്ശി വെട്ടിക്കൊലപ്പെടുന്നത് നേരിൽ കാണേണ്ടി വന്ന 10 വയസ്സുകാരിയും 4 വയസ്സുകാരിയും. ആ മക്കളുടെ ട്രോമയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഭാര്യയെ നഷ്ടപ്പെട്ട ഒരു ഭർത്താവ്, സ്വന്തം അമ്മ കൊലപാതകിയായി മാറിയത് കണ്ട് തകർന്നുപോയ ഒരു മകൻ. ആ കുടുംബത്തെയാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിലെ റീഡുകൾക്ക് വേണ്ടി കണ്ടന്റാക്കി മാറ്റുന്നത്. കണ്ടന്റ് ഉണ്ടാക്കാൻ ഇതിലും നല്ല കാര്യങ്ങൾ വേറെയില്ലേ? ഒരു കുടുംബത്തിന്റെ കണ്ണീരിന് വിൽക്കാൻ നിൽക്കരുത്. നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ. പക്ഷേ മനുഷ്യത്വം എന്നൊന്ന് ബാക്കിയുണ്ടെങ്കിൽ ഇത്തരം കണ്ടന്റുകൾ നിർത്തുക. വ്യൂസിന് വേണ്ടി ഒരു കുടുംബത്തിന്റെ വേദന വിൽക്കരുത്. കരുളായിലെ ആ 2 മക്കളുടെ മുഖമെങ്കിലും ഒന്ന് ഓർക്കുക. ഇത്തരം ഓഡിയോകളും റീൽസുകളും പ്രചരിപ്പിക്കുന്നത് നിർത്തുക. തിങ്കളാഴ്ച രാവിലെ 6:30യോടെയാണ് ഈ ഒരു സംഭവം നടന്നത്. ഓട്ടോ തൊഴിലാളിയായ സുനിൽ ബാബു ഈ സമയം ജോലിക്ക് പോയിരുന്നു. രാവിലെ ചായ ഉണ്ടാക്കുന്നതിനെ ചൊല്ലി ഉണ്ടായ തർക്കമാണ് പെട്ടെന്നുള്ള പ്രകോപനത്തിന് കാരണമെന്നാണ് പറയുന്നത്. ഗ്യാസ് അടുപ്പിൽ ചായ ഉണ്ടാക്കുന്നതിനെ ചൊല്ലി രജിലയും ശാന്തയും തമ്മിൽ വഴക്കുണ്ടായി എന്നും ശാന്ത ഉണ്ടാക്കിയ ചായ രജില എടുത്ത് കളഞ്ഞുവെന്നുമാണ് ഇത്തരത്തിൽ പെട്ടെന്നുള്ള പ്രകോപനത്തിന് കാരണമായത്. ഈ സമയത്താണ് ശാന്ത അരിവാൾ ഉപയോഗിച്ച് രജിലയെ വെട്ടിയതും. ഇവർക്ക് പുറമേ രജിലയുടെ 2 പെൺമക്കളായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നത്. അമ്മയുടെ കൊലപാതകത്തിന് സാക്ഷികളായത് ഈ കുരുന്നുകളാണ്. കുട്ടികളുടെ കരച്ചിൽ കേട്ടുകൊണ്ട് അയൽക്കാർ ഓടിയെത്തിയതും രജിലയെ തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. 6:30യോടെ വീട്ടിൽ നിന്ന് കുട്ടികളുടെ കരച്ചിൽ കേട്ട നാട്ടുകാരാണ് ഇവിടേക്ക് ഓടിയെത്തിയത്. ഇവർ എത്തുമ്പോഴേക്കും കിടപ്പുമുറിയിൽ ചോരയിൽ കുളിച്ചു കിടക്കുന്ന രജിലയും തൊട്ടടുത്തിരുന്ന് കരയുന്ന കുട്ടികളെയുമാണ് കണ്ടത്. നാട്ടുകാർ എത്തിയ സമയത്ത് തന്നെ ഈ കയ്യിലെ ചോര കഴുകിക്കളയായിരുന്നു ശാന്ത. എന്താണ് സംഭവിച്ചതെന്ന് ഈ നാട്ടുകാർ ചോദിച്ചുവെങ്കിലും ശാന്ത മറുപടിയൊന്നും പറയാതെ നിന്നു. തുടർന്ന് രജിലയെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ട്. പോലീസ് സ്ഥലത്തെത്തിയപ്പോഴും രക്തത്തിൽ മുങ്ങിയ നൈറ്റിയും ധരിച്ചു നിൽക്കുകയായിരുന്നു ശാന്ത. ഇവരെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടുപോകുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ പ്രചരിച്ചതാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വൈകുന്നേരം 6 മണിയോടെ കൊയലമുണ്ടയിലെ രജിലയുടെ ബന്ധുവീട്ടിലേക്കാണ് കൊണ്ടുപോയത്. വീട്ടിലെ ഗ്യാസ് അടുപ്പിൽ ചായ തിളപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് രജിലയും ശാന്തയും തമ്മിൽ തർക്കമുടലെടുത്തു. ശാന്ത ഉണ്ടാക്കിയ ചായ ഇഷ്ടപ്പെടാതിരുന്ന രജില അത് എടുത്തു കളഞ്ഞുവെന്നും ഇതേ തുടർന്നാണ് ശാന്ത പ്രകോപിതയായതെന്നുമാണ് പറയപ്പെടുന്നത്. ഉടൻ തന്നെ വീട്ടിലുണ്ടായിരുന്ന അരിവാൾ ഉപയോഗിച്ച് രജിലയെ തുരുതുര വെട്ടുകയായിരുന്നു.
ശാന്തയുടെ മുൻകാല ചരിത്രമൊക്കെ തന്നെ ഇപ്പോൾ ചർച്ചയാവുന്നുണ്ട്. ഇവരുടെ മറ്റൊരു മകൻ നേരത്തെ മരിച്ചിരുന്നു. ആ മകൻ മരിച്ചു കിടക്കുമ്പോൾ പോലും സ്വന്തം പേരക്കുട്ടികളെ കാണാൻ ശാന്ത അനുവദിച്ചില്ലെന്നും അവരെ വീട്ടിൽ നിന്ന് ആട്ടി ഓടിച്ചുവെന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. മരുമകൾ പ്രസവിച്ചു കിടന്ന സമയത്ത് മകന്റെ രണ്ടാം വിവാഹം ആഘോഷപൂർവ്വം നടത്തിയ ആളാണ് ശാന്തയെന്നും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കുറിപ്പുകളിൽ പറയുന്നു. അമ്മയുടെ മരണം നേരിട്ട് കണ്ട ആ പിഞ്ചുമക്കൾ വലിയ മാനസികാഘാതത്തിലാണ്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൽ അവർക്ക് കൗൺസിലിംഗ് നൽകി വരുന്നു. നിലവിൽ പിതാവ് സുനിൽ ബാബുവിന്റെയും റജിലയുടെ ബന്ധുക്കളുടെയും സംരക്ഷണയിലാണ് കുട്ടികൾ. നിസ്സാര കാരണങ്ങൾക്കായി സ്വന്തം കുടുംബാംഗങ്ങളെ ഇത്ര ക്രൂരമായി കൊലപ്പെടുത്തുവാൻ പ്രേരിപ്പിക്കുന്ന മാനസികാവസ്ഥ ഭയപ്പെടുത്തുന്നതാണ്. നീതിപീഠം അർഹമായ ശിക്ഷ ഇവർക്ക് നൽകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അമ്മയും മരുമകളും തമ്മിലുള്ള കുടുംബ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു കുടുംബ പ്രശ്നത്തിൽ അനാഥമായത് ഈ രണ്ട് ചെറിയ കുട്ടികളാണ്. അവസാന ശ്വാസത്തിന് പിടയുന്ന രജിലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വി അസൈനാറുടെയും മെമ്പർ ഉമ്മുസൽമ അസൈനാറുടെയും നേതൃത്വത്തിലാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. പക്ഷേ ഈ കൊണ്ടുപോകുന്ന വഴിയിൽ തന്നെ മരണം സംഭവിച്ചിരുന്നെന്നാണ് പറയുന്നത്. പോലീസ് സ്ഥലത്തെത്തിയപ്പോഴും രക്തത്തിൽ കുതിർന്ന നൈറ്റിയും ധരിച്ചുകൊണ്ട് ഈ സ്ഥലത്ത് നിൽപ്പായിരുന്നു പ്രതി ശാന്ത. ഉടനെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഈ കരച്ചിൽ കേട്ട് നാട്ടുകാർ ഓടിയെത്തിയെങ്കിലും ഇവർ എത്തുമ്പോഴേക്കും കിടപ്പുമുറിയിൽ ചോരയെ കുളിച്ചു കിടക്കുന്ന രജിലയും കരയുന്ന മക്കളെയും ഒക്കെ കണ്ടു. ഈ നാട്ടുകാർ എത്തിയ സമയത്ത് കയ്യിലെ ചോര കഴുകിക്കളയായിരുന്നു ശാന്ത. എന്താണ് സംഭവിച്ചതെന്ന് നാട്ടുകാർ ചോദിച്ചുവെങ്കിലും ശാന്ത മറുപടിയൊന്നും പറയാതെ നിൽപ്പായിരുന്നു. പക്ഷേ പോലീസ് എത്തിയപ്പോൾ, പോലീസിനെ കണ്ടപ്പോൾ ഇവർ പറയാണ്, പോലീസ് എത്തിയല്ലോ, ഇനി എനിക്ക് പേടിക്കേണ്ട. രജിലെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ശാന്ത പോലീസിനോട് പറഞ്ഞ ആദ്യ വാക്കാണിത്. കൊടും കുറ്റവാളികളെ പോലും അതിശയിപ്പിക്കുന്ന ശാന്തയുടെ ഈ നിർവികാരത പോലീസിനും ഞെട്ടിച്ചു. അമ്മയും മരുമകളും തമ്മിലുള്ള പിണക്കങ്ങൾ പല വീടുകളിലുമൊക്കെ പതിവാണ്. പക്ഷേ ആ ദേഷ്യം ഒരു നിമിഷം നിയന്ത്രിച്ചിരുന്നുവെങ്കിൽ, ആ വാക്കെത്തി താഴെയിട്ടിരുന്നുവെങ്കിൽ ഇന്ന് ആ കുഞ്ഞുങ്ങൾ അനാഥരാകില്ലായിരുന്നു. ഒരു നിമിഷത്തെ പ്രകോപനം ജീവിതകാലം മുഴുവൻ നീളുന്ന ദുരന്തമായി മാറും. ദേഷ്യം വരുമ്പോൾ ആ സ്ഥലം വിട്ട് മാറുവാനെങ്കിലും ശ്രമിക്കാമായിരുന്നു. നിങ്ങളുടെ തർക്കങ്ങൾക്കിടയിൽ ബലിയാടാവുന്നത് ആ വീട്ടിലെ കുരുന്നുകളാണ്. അവരുടെ മാനസികാവസ്ഥ കൂടി അത് തകർക്കുന്നതാണ്. മരുമകളെ സ്വന്തം മകളായോ അല്ലെങ്കിൽ അമ്മായിയമ്മയെ സ്വന്തം അമ്മയായോ കാണാൻ കഴിഞ്ഞില്ല എങ്കിലും മനുഷ്യർ എന്ന പരിഗണനയെങ്കിലും പരസ്പരം നൽകാൻ പഠിക്കുക. ഉള്ളിൽ പകവെച്ചുകൊണ്ടിരിക്കാതെ പ്രശ്നങ്ങൾ സമാധാനപരമായി സംസാരിച്ച് തീർക്കുക. അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായം തേടുകയോ മറ്റോ ചെയ്യുക, അല്ലെങ്കിൽ പോലീസിന്റെ സഹായം തേടുക. രജിലയുടെ മരണം ഒക്കെ ഒരു പാഠമാകണം. ഒരു വീടിന്റെ ഐശ്വര്യം അവിടെയുള്ളവരുടെ സ്നേഹമാണ്, ആയുധം കൊണ്ടല്ല. ആ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ നമ്മുടെ കാതുകളിലൊക്കെ ഇപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു വീടിന്റെ മുറ്റത്തും ഇത്തരത്തിൽ ഒരു ചോര വീഴാതിരിക്കട്ടെ. നീതിപീഠം ശാന്തയ്ക്ക് അർഹമായ ശിക്ഷ നൽകുമെന്നൊക്കെ തന്നെ നമുക്ക് വിശ്വസിക്കാം. പക്ഷേ കണ്ടന്റിനും വ്യൂസിനും വേണ്ടി ആ മക്കളുടെ കണ്ണീരിനെ സോഷ്യൽ മീഡിയയിൽ വിൽക്കുന്നവർ നിങ്ങൾ കാണിക്കുന്നത് ആ പ്രതി ചെയ്തതിനേക്കാൾ വലിയ ക്രൂരതയാണ്. നിയമം ശിക്ഷയ്ക്ക് മുൻപേ നമ്മളായിട്ട് ആ കുടുംബത്തെയും ആ പിഞ്ചുമക്കളെയും തകർക്കാതിരിക്കാം. മനുഷ്യത്വം ഇനിയും മരിച്ചിട്ടില്ല എന്ന് നമുക്ക് തെളിയിക്കണം. സോഷ്യൽ മീഡിയയിലൂടെ വിചാരണ നടത്തുന്നവർ അല്പം മനുഷ്യത്വം കാണിക്കണം. ആ മക്കളുടെ കണ്ണീരിനെ കണ്ടന്റിന് വേണ്ടി ഉപയോഗിക്കരുത്. നമുക്ക് അവർക്കൊപ്പം നിൽക്കാം. അവരെ വീണ്ടും വേദനിപ്പിക്കാതിരിക്കാം.